ഹായ് ഫ്രണ്ട്സ്, ആർജെ ബിൻസി പുതിയൊരു വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ അനുമോളുടെ ഫാൻസ് അനുമോൾക്ക് തന്നെ പാരയായ കാര്യവും നമ്മൾ ഡിസ്കഷൻ നടത്താം. അതുപോലെ തന്നെ സ്വാസിക അനുമോളെക്കുറിച്ച് ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഈ മൂന്ന് കാര്യം നമുക്ക് ഡിസ്കഷൻ നടത്താം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തുക കേട്ടോ. അപ്പോൾ ആദ്യം ആർജെ ബിൻസിയുടെ കാര്യം തന്നെ പറയാം. ആർജെ ബിൻസി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അനുമോളെ വിട്ടു. ബിൻസി ശരിക്കും നമ്മുടെ ബിൻസിക്ക് ആകെ കൂടിയുള്ള ഒരു കണ്ടൻറ്റ് ചാച്ചൻ്റെ ഓട്ടോ, അനുമോളുടെ PR, മസ്താനി, ഇത് മാത്രമായിരുന്നു. ഇടയ്ക്ക് നെവിൻ്റെ ഒരു പ്രണയാഭ്യർത്ഥന, ഇതും കൂടി പറയാറുണ്ട്. ഇത് മൂന്നും വിട്ടുകൊണ്ട് ബിൻസി വേറൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബിൻസി ഇപ്പോൾ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൻസി സെക്കൻഡ് വീക്കിൽ എവിക്റ്റായി പോകേണ്ട ആളെ അല്ല എന്നാണ് പറയുന്നത്. 2 വീക്കിൽ എവിക്റ്റായി പോകണമെങ്കിൽ ആ ബിൻസിയുടെ ഒരു എന്താ പറയുക, ഒരു അവിടെ നടത്തിയിരുന്ന സംഭവങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഒന്നും ഉണ്ടായിരുന്നില്ല. ബിൻസിയുടെ അമ്മ വരെ പറഞ്ഞു എന്ന് പറയുന്നത്, നിന്നെ ഞാൻ കണ്ടേ ഇല്ലല്ലോ 2 ആഴ്ച, നീ എവിടെയായിരുന്നു എന്ന്. ഇപ്പം ഈ പുലി പോലെ ഓടി നടക്കുന്ന ബിൻസി ഉണ്ടല്ലോ, ആ ബിഗ് ബോസ് ഹൗസിൽ ആകെ കൂടി ഒരു സ്ഥലത്ത് ആ ഷാനവാസിൻ്റെ അടുത്ത് തല്ലുണ്ടാക്കുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതാണെങ്കിൽ നമ്മൾക്കുള്ള ഫുൾ ഇംപ്രഷൻ പോയി കിട്ടി. കാരണം തുടങ്ങുന്ന എടോ പോടോ താനോ തൻ്റെ മൻ്റെ ഈ തരത്തിലുള്ള വർത്തമാനം അപ്പം തന്നെ തോന്നി ആ ബിൻസിയുടെ വായ തുറക്കണ്ട, അത് അടഞ്ഞു തന്നെ ഇരുന്നോട്ടെ നമുക്ക് തോന്നി. എത്രയും പെട്ടെന്ന് എവിക്റ്റായി പോയാൽ മതി എന്ന് തോന്നിയ ഒരു മത്സരാർത്ഥിയായിരുന്നു ബിൻസി. പക്ഷേ ഇപ്പോൾ ബിൻസി പറഞ്ഞത് ഞാൻ 2ാമത്തെ ആഴ്ച എവിക്റ്റായി പോകേണ്ട ആളല്ല. കാരണം അത് തിരുമറിയാണ്, കാശ് കൊടുത്ത് PR ചെയ്തു. പക്ഷേ അനുമോളെ അല്ല ഇപ്പോൾ പറയുന്നത് കേട്ടോ. ഇപ്പോൾ അനുമോൾക്ക് സോഫ്റ്റായിട്ടാണ് പറയുന്നത്. അതായത് അനുമോള് PR കൊടുത്തു എങ്കിലും അനുമോളെക്കാളും കൂടുതൽ PR കൊടുത്തവരവിടെ ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ അനുമോളെ PR എന്ന് പറഞ്ഞ് ഒരുപാട് സൈബർ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബിൻസി ഇപ്പോൾ അനുമോളെ മാറ്റിപ്പിടിച്ചു. ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് എവിക്റ്റ് ആവാൻ പോകേണ്ട ആളെയല്ല, ഞാൻ അത്യാവശ്യം അവിടെ പെരുമാറിയിരുന്ന ആളായിരുന്നു. പക്ഷെ വേറൊരു വ്യക്തിയായിരുന്നു എവിക്റ്റായി പോകേണ്ടത്, അത് ശൈത്യയാണ് എന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ വ്യക്തിക്ക് തീരെ വോട്ടുണ്ടായിരുന്നില്ല. ആ വ്യക്തി ഇതേപോലെ 1.5 ലക്ഷം രൂപ കൊടുത്ത് ആ എവിക്റ്റായി പോകാതെ കുറച്ച് നാൾ പിടിച്ച് ബിൻസിയെ എവിക്റ്റാക്കി. അത് വിനു പറഞ്ഞതാണെന്ന്, അതാ വിനു പറഞ്ഞ അതേ സെൻറ്റൻസ് ഇപ്പോൾ ബിൻസി പറഞ്ഞു. അതായത് ബിൻസിയെ എവിക്റ്റാക്കിയിട്ട് ശൈത്യയെ സംരക്ഷിക്കുന്നതിനാണ് ഞാൻ 1.5 ലക്ഷം രൂപ മേടിച്ചത് അവളുടെ അച്ഛൻ്റെ നിന്ന് വിനു PR പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംഭവം ഇപ്പോൾ ബിൻസി എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ശൈത്യയ്ക്ക് ആ സമയത്ത് 3.2 ആയിരുന്നു ശരിക്കും വോട്ടിംഗ് പെർസെൻറ്റേജ്. RJ ബിൻസിക്ക് 2.3 ആയിരുന്നു. അപ്പോൾ ശൈത്യയ്ക്ക് RJ ബിൻസിയേക്കാളും കുറവായിരുന്നു എന്നാണ് RJ ബിൻസി പറയുന്നത്. അത് വിനു ശൈത്യയ്ക്ക് 1.5 ലക്ഷം രൂപ മേടിച്ച് വിനു 3.2 ആക്കിയതാണ്. അങ്ങനെയാണ് ശൈത്യ കുറച്ച് കാലം അവിടെ 35 ഡേയ്സ് അങ്ങോട്ട് നിന്നത്. ബിൻസി ആകെ 14 ഡേയ്സ് മാത്രം നിന്നുകൊണ്ട് ഇറങ്ങിയത്. അതുകൊണ്ടാണെന്ന് പറയുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ശൈത്യയെ ബിൻസിയെ വെച്ച് നോക്കുമ്പോൾ ശൈത്യ അവിടെ നെഗറ്റീവ് കണ്ടൻറ്റ് ആണെങ്കിലും കൊടുത്തിരുന്നു ഇല്ലേ? അതായത് അനുമോളുടെ സെറ്റ് നിന്നിട്ട് മറ്റുള്ളവരുടെ അടുത്ത് മറ്റുള്ളവരെ നോക്കലും പിടിക്കലും കുറ്റം പറയലും, ജിസേലിൻ്റെ ഡ്രസ്സ് കിട്ടേണ്ട ആവശ്യം ഉള്ളത് ആണുങ്ങൾക്ക് നല്ല ആവശ്യം ഉണ്ടാവും. കാരണം അവളുടെ ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവൾ മുഴുവൻ 3 പീസ് ആണല്ലോ ഇടുക. അപ്പോൾ ഈ ആണുങ്ങൾക്ക് മുഴുവൻ അത് കണ്ട് രസിക്കാൻ നല്ല സുഖമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ തഗ്ഗും കുറേ നെഗറ്റീവ് സാധനങ്ങളും ഒക്കെ ഇറക്കിയിരുന്ന ആളായിരുന്നു ശൈത്യ. അതായത് അരങ്ങത്ത് വന്നൊന്നും ചെയ്തിരുന്നില്ലെങ്കിലും അണിയറയിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്ന ആളായിരുന്നു ശൈത്യ. അതുകൊണ്ട് ആ ശൈത്യനെ അവിടെ അങ്ങനെ കൊല്ലാൻ ഇട്ടിരിക്കുന്ന കോഴിയെ പോലെ ഇങ്ങനെ സംരക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും. ബിൻസി അതുപോലും ചെയ്തിരുന്നില്ല. ബിൻസി എന്താ ചെയ്തിരുന്നത്? നേരം വെളുക്കുക, കുളിക്കുക, തിന്നുക, അവിടെ ഇരിക്കുക, മിണ്ടാതിരിക്കുക. അവസാന കാലഘട്ടത്തിൽ ആ അപ്പാനി ശരത്തുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുകയും അതൊക്കെ ഉണ്ടായിരുന്നു. എന്നല്ലാതെ ബിൻസി അവിടെ ഒരു കണ്ടന്റ് കൊടുക്കാത്ത വ്യക്തിയായിരുന്നു. മര്യാദയ്ക്ക് അവിടെ നെഗറ്റീവോ പോസിറ്റീവോ എന്തെങ്കിലും കണ്ടൻറ്റ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഡെയിലി ഒരു 30,000 വെച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു 100 ഡേയ്സോ അല്ലെങ്കിൽ 50 ഡേയ്സോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു 20 ലാക്കോ ഒരു 30 ലാക്കോ കൊണ്ടിറങ്ങാമായിരുന്നല്ലോ. ഇപ്പോൾ ഓടി നടന്ന് 5,000 10,000 റുപ്പീസിന് ഓരോ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇപ്പോൾ പൊട്ടിത്തെറിച്ചു കൊണ്ടാണ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. എന്തൊരു ആക്റ്റീവാണ് ഈ ആളാണോ അവിടെയെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. ആളുടെ ആ വോയിസ്, ഇൻ്റർവ്യൂ കൊടുത്ത വോയിസ് നിങ്ങളൊന്ന് കേൾക്കൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അനുമോൾ ഫാൻസ് എങ്ങനെ പാരയായി നോക്കാം. അതുപോലെ തന്നെ സ്വാസിക എന്ത് പറഞ്ഞു നോക്കാം കേട്ടോ. 2 ആഴ്ച എന്ന് പറയുമ്പോൾ ബിൻസിയെ ആ 2 ആഴ്ച ഹൗസിൽ നിന്നപ്പം ബിൻസിയുടെ വിലയിരുത്തല് ബിൻസി 2 ആഴ്ച ആണോ ശരിക്കും? അയ്യോ അല്ലായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമായിരുന്നു. പ്രതീക്ഷിച്ചു
70 ഞാൻ പ്രതീക്ഷിച്ചു. ആണല്ലേ? എനിക്ക് 100 ദിവസം തികയ്ക്കണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തിരിച്ചു വരുമ്പോ ഞാൻ ലോസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഒരു 50 ദിവസം ഞാൻ മനസ്സിൽ കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും അവിടെ സംഭവിച്ച? PR ആണോ? തീർച്ചയായിട്ടും PR-ന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവിടെ വന്നിട്ടുള്ള ഇപ്പൊ അനുവിന്റെ PR ആണല്ലോ എല്ലാവരും ഭയങ്കര എക്സ്പോസ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. PR പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കി ഈ അനീഷ് ഇവിടെ രാവിലെ തൊട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുക, സുപ്രഭാതം പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് ഇയാളുടെ വെറുപ്പീരിന്റെ ഇടയ്ക്ക് ഞാനും കൂടെ പോയി പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സൈലന്റ് ആയിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ട്. ജിസേലിന്റെ പല കാര്യങ്ങളും, അതായത് ലിപ്സ്റ്റിക്കിന്റെ കേസൊക്കെ അനുമോള് പൊക്കിക്കൊണ്ട് വരുമ്പോൾ ഞാൻ ആലോചിക്കുക അനുവിന് വേറെ പണിയൊന്നും ഇല്ലേ, എന്തിനാ ഇത്? പക്ഷെ അനുവിന്റെ PR ഇങ്ങനെ പണിയെടുക്കുന്നുള്ള നമുക്കറിയത്തിണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ പുറത്ത് വലിയ കണ്ടന്റ് ആയിരുന്നെന്ന് നമുക്ക് പിന്നെയാ മനസ്സിലായത്. ജിസേലിന്റെ ഇന്നറും പൊക്കി പിടിച്ചോണ്ട് എല്ലാവരും ഒരാഴ്ച ഫുള്ള് നടന്ന് ലാലേട്ടം വരെ വന്നിട്ട് ചോദിച്ച് അങ്ങനെ ജിസേലിന്റെ ഇന്നർ വരെ വൈറലായി. അപ്പൊ ആ സമയത്ത് പോലും എനിക്കൊക്കെ ഉണ്ടല്ലോ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കുറച്ച് നാണക്കേടായിരുന്നു. എന്തിനാണ് ഇവരത് സംസാരിക്കുന്നത് ആലോചിച്ചു പോയി. പിന്നെ മനസ്സിലായിരുന്നു എല്ലാവരുടെ ഇന്നറും കൊണ്ട് വരണമായിരുന്നു, എല്ലാരും ലിപ്സ്റ്റിക്കും അതും ഇതും അങ്ങനെ ഒളിച്ചും ബാക്കി പകരം എവിക്റ്റ് ആകേണ്ട മറ്റൊരാളായിരുന്നു. പൈസ കൊടുത്തിട്ടാണ് ആള് നിന്നെന്നൊക്കെ പറയുമ്പോ എന്റെ അമ്മോ വീണ്ടും നമ്മൾ തകർന്നു. അതിന്റെ എന്തിന് തകരണം? മര്യാദയ്ക്ക് അവിടെ നെഗറ്റീവോ പോസിറ്റീവോ കൊടുത്ത് കളിച്ച് നിൽക്കുകയാണെങ്കിൽ തകരേണ്ട വല്ല ആവശ്യമുണ്ടോ? മിണ്ടാതിരിക്കലായിരുന്നു സ്ട്രാറ്റജി. അതുകൊണ്ട് തന്നെയാണ് ഇറങ്ങിപ്പോകുന്നത്. ഒരു തകരലുമില്ല, ഒരു ശൈത്യവും എല്ലാം ആ സമയത്ത് വരേണ്ടത് ബിൻസി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ശൈത്യക്ക് സ്ഥാനം കൊള്ളും. അടുത്തതായിട്ട് അനുമോളുടെ ഫാൻസ് അനുമോൾക്ക് തന്നെ എങ്ങനെ പാരയായി, ഇതാണ് നമുക്ക് നോക്കുന്നത് കേട്ടോ. ഈ അനുമോളുടെ ഫാൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ കണ്ടവരും കാണാത്തവരും ഒക്കെ തെറി വിളിക്കുക, ചീത്ത പറയുക, എന്തെങ്കിലും ഒരു ബാഡായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഒപ്പീനിയൻ ഇട്ട് കഴിഞ്ഞാൽ അവരൊക്കെ ചീത്തയും തെറിയും വേണ്ടാതിനും പറയലും ഒരു പണിയില്ലേ എന്നൊക്കെ പറയലാണ് ഇവർ ജോലി. ഇത് മുഖാന്തരം അനുമോൾക്ക് ഇപ്പോൾ എന്തായെന്നറിയോ, ഇപ്പോൾ സ്വന്തം കൂട്ടുകാരെ തന്നെ, അനുമോളുടെ സ്വന്തം കൂട്ടുകാരെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിഷിൻ്റെ വൈഫ്, ഇതൊക്കെ ഭയങ്കര നല്ല ഫ്രണ്ട്സാണ് ഇവർ. ഈ കൂട്ടുകാരെ തന്നെ ഇവർ ചെന്ന് തെറി വിളിക്കലും ബഹളമൊക്കെ ആയിട്ട് ഇപ്പോൾ എന്തായി, അനുമോൾക്ക് ഷോ കിട്ടാനില്ല, വിദേശ ട്രിപ്പ് കിട്ടാനില്ല. ഇപ്പം ഇങ്ങനെ കുറേ ഈ ഫാൻസ് കാരണം അനുമോൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാരണം അനുമോൾക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. ഈ ഫ്രണ്ട്സുകൾ മുഖാന്തരമാണ് അനുമോൾക്ക് ഇതൊക്കെ കിട്ടുന്നത്. അപ്പം അത് മുഴുവൻ ഇപ്പോൾ ഈ ഫ്രണ്ട്സുകൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലൊക്കെ വന്നിരുന്നിട്ട് PR ഞങ്ങൾക്ക് വെക്കാമായിരുന്നു, അവർ തെറ്റായിട്ട് പറയണതല്ല, ഞങ്ങൾക്ക് വെക്കാമായിരുന്നു, അത് ഞങ്ങൾ അത്ര ഗവനിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾക്കും അത്ര നാൾ നിൽക്കാൻ പറ്റില്ല, അവരെ കാര്യമാണ് പറയുന്നത്. അപ്പം അനുമോളെ വെച്ചിട്ട് മുട്ടനെ തന്നെ അനുമോളെ വെച്ചിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ വ്ളോഗ് ചെയ്യല്, അനുമോളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വ്ളോഗ് ചെയ്യല്, അവരെ തെറി വിളിക്കല്, ഇവരെ തെറി വിളിക്കല്. അപ്പം അവർക്കും എന്തായി അനുമോളോട് ദേഷ്യം വരികയാണ്. അനുമോളോട് നല്ല ടേംസിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ ഫാൻസ് മുഖാന്തരം അനുമോളെ കൂടുതലും ദേഷ്യത്തിലേക്ക് അനുമോൾ പറയാതെ പറഞ്ഞിരിക്കുകയാണ്, മേലാൽ എൻ്റെ ആൾക്കാരെ നിങ്ങൾ ചീത്ത പറയരുത്, ഫാൻസ് ആണെങ്കിൽ ഫാൻസിൻ്റെ രീതിയിൽ നിൽക്കൂ എന്ന് അനുമോൾ പറയാതെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്വാസിക നോക്കാം. ഓക്കെ, അനുമോള് ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു ട്രൗസർ ഇട്ടിട്ട് ഒരു ചെറിയ ബനിയനൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ. അതിൻ്റെ താഴെ കുറേ കമൻസ് ഉണ്ട്. അതിൽ സ്വാസിക എഴുതിയ കമൻ്റാണ് കേട്ടോ. അപ്പോൾ അനുമോള് ഇതേപോലെ ഡ്രസ്സ് വിധാരണത്തെക്കുറിച്ച് പറഞ്ഞ് ഒരുപാട് പേരെ പറഞ്ഞിട്ടുണ്ട്. ജിസേൻ്റെ ഡ്രസ്സ് ശരിയല്ല, ആണുങ്ങൾക്ക് മുഴുവൻ അട്രാക്ഷൻ തോന്നിക്കുന്ന രീതിയിലാണെന്ന് ഒക്കെ പറഞ്ഞിട്ട് ശൈത്യം അനുമോളെ കൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിൻസി ഇരിക്കുമ്പോൾ ബിൻസിയുടെ മുലച്ചാല് കാണുന്നു എന്നൊക്കെ പറഞ്ഞ് അത് മറ്റുള്ളവർ കാണുമ്പോൾ എന്തായിരിക്കും ഇദ്ദേഹത്തിന് ഭാര്യയുള്ളതിൽ, അപ്പാനിക്ക് ഭാര്യയുള്ളതിൽ, അതിൻ്റെ മുന്നിൽ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അനുമോള് തന്നെ ഈ ചാല് കാണിച്ചുകൊണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന് നാടമുറിക്കലും ഒക്കെ ചെയ്യുന്നത് അനുമോൾ തന്നെയാണ്. ഇതൊക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അത് ഇപ്പോൾ കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഒന്നും വരാനില്ല. പക്ഷേ ഇതിനെതിരെ പറഞ്ഞിരുന്ന ആളാണ്. അപ്പോൾ സ്വാസിക എഴുതിയിരിക്കുന്നത് നോക്കി നോക്കൂ കേട്ടോ. ഫ്രണ്ട് ചെയ്യുന്നതൊക്കെ നല്ലതാണ് എനിക്ക് തോന്നുന്നില്ല. അനുമോൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. ആസ് എ പേഴ്സൺ അനു നല്ല ഒരു കുട്ടിയാണ്, എൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ അവൾ ബിഗ് ബോസിൽ വെച്ച് ചെയ്തത് ഭയങ്കര തെറ്റുള്ള കാര്യങ്ങളാണ്. അക്ബർ, അപ്പാനി, ആര്യൻ, നെവിൻ, ബിൻസി, അതുപോലെ തന്നെ ജിസേല്, അവരുടെ അടുത്തൊക്കെ ഈ ഒരു തെറ്റായ പ്രസ്താവനകൾ പറഞ്ഞ് അവരെയൊക്കെ മോശക്കാരാക്കിയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നൊക്കെയാണ് സ്വാസിക പറഞ്ഞിരിക്കുന്നത്. അത് ശരിക്കും ഫ്രണ്ട് തന്നെയാണ് എന്നും സ്വാസിക പറയുന്നത്. സ്വാസികയുടെ ഒപ്പീനിയനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആദ്യം പറഞ്ഞത് എൻ്റെ ഒപ്പീനിയനാണ്. കാരണം അനുമോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന വ്യക്തി പെട്ടെന്ന് നല്ലതായിട്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു.